നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ് പേ റിവിഷൻ അഥവാ ശമ്പള പരിഷ്കരണം, ശമ്പളം, പെൻഷൻ, ഫാമിലി പെൻഷൻ പരിഷ്കരണം. അപ്പോൾ അത് ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുടെ വീഡിയോ പലരും കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ 3 വർഷങ്ങളിലെ ഈ റിവിഷൻസ്, ശമ്പളവും പെൻഷനും ഫാമിലി പെൻഷനും റിവൈസ് ചെയ്തത് എങ്ങനെയെന്നും അത് കാലങ്ങളായി ഏതൊക്കെ മാറ്റങ്ങളിലൂടെയാണ് കടന്നു വന്നത് എന്നും ഈ വീഡിയോയിൽ ഒന്ന് ചർച്ച ചെയ്യുകയാണ്. ദയവായി ഇത് ജീവനക്കാരും പെൻഷൻകാരും മുഴുവനായിട്ട് ഒന്ന് കേൾക്കണം, അതൊന്ന് മനസ്സിലാക്കണം എന്നാണ്. അതുകൊണ്ട് പ്രത്യേകത ഒന്നുമില്ല, വെറുമൊരു നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് ഒരു ധാരണ വരിക എന്നത് മാത്രമേ ഈ വീഡിയോയുടെ ലക്ഷ്യമുള്ളൂ. ഇന്ന പോലെ നമുക്ക് വരാനിരിക്കുമ്പോൾ കിട്ടുമെന്നുള്ള അതുപോലെ കിട്ടും, കുറേ അധികം കിട്ടും, കോടികൾ കിട്ടും, ഇതൊന്നും ഈ വീഡിയോയിൽ പറയുന്നില്ല. മറിച്ച് നമ്മൾ കഴിഞ്ഞ കാലങ്ങൾ എങ്ങനെ വന്നു എന്നതാണ് പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ അത് ഒരു ക്രമാനുഗതമായിട്ടുള്ള ഒരു പോക്കാണ്. അപ്പോൾ വരാനിരിക്കുന്നതിലും എന്തായിരിക്കുമെന്ന് നമ്മൾക്ക് പറയാൻ വേണ്ടി കഴിയും, അത്രമാത്രം. നമുക്കറിയാം, നമ്മുടെ സ്റ്റാഫ് മെമ്പേഴ്സ് ഡ്രോയിങ് സാലറീസ്, ഗവൺമെന്റിൽ നിന്ന് ശമ്പളം വാങ്ങുന്ന ജീവനക്കാരെന്ന് പറയുന്നത് ഏകദേശം 5,00,000, ഇത് 2019 കണക്കാണ്, 5,21,231 പേരാ ഉള്ളത്. എന്നാൽ നമ്മൾ അത് അല്ലാതെ മറ്റ് ജീവനക്കാരുണ്ട്, അംഗനവാടി ജീവനക്കാര്, ആശാ വർക്കർമാര്, അതെല്ലാവരും കൂടി കൂടിയിട്ട് നമുക്ക് ഏകദേശം അത്തരം ജീവനക്കാരെല്ലാം കൂടി കൂടിയാൽ 8 ലക്ഷത്തോളം പേരാണ് കേരള ഗവൺമെന്റിന് ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരുള്ള ഒരു മേഖല എന്ന് പറയുന്നത് വിദ്യാഭ്യാസ വകുപ്പാണ്. വിദ്യാഭ്യാസ വകുപ്പിൽ 2,43,707 പേര് ജോലി ചെയ്യുന്നുണ്ട് 2019 കണക്കനുസരിച്ച്. പിന്നെ വരുന്നത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആണ്. ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ 63,553 പേരും ജോലി ചെയ്യുന്നുണ്ട്. നമുക്ക് ഈ പെൻഷനും പേ റിവിഷനും ഒക്കെ പറയുമ്പോൾ നമ്മൾ ആദ്യത്തെ പേ റിവിഷൻ നടന്നത് 1965-ലാണ്. പിന്നീട് പല ഘട്ടങ്ങളിലും 5 വർഷം കൂടുമ്പോൾ പേ റിവിഷൻസ് നടന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്, ഒന്ന് 1986 പേ റിവിഷനിൽ 70 വയസ്സായവർക്ക്, അന്ന് എല്ലാവർക്കും പെൻഷനേഴ്സിന് ഈ അലവൻസ് ഇല്ല, മെഡിക്കൽ അലവൻസ് ഇല്ല. അത് 70 വയസ്സായവർക്ക്, അത് 1986 ആദ്യം തുടങ്ങുന്നത്, മെഡിക്കൽ അലവൻസ് ആയിട്ട് 25 രൂപ അന്നത്തെ കാലത്ത് അനുവദിച്ചു. 86 പേ റിവിഷനിൽ പെൻഷനേഴ്സിനെയൊക്കെ ഒരു 5 ഗ്രൂപ്പാക്കി കണക്കാക്കി ഓരോ ഘട്ടത്തിലും റിട്ടയർ ചെയ്തവർക്ക് ഓരോരോ പെർസെൻറ്റേജ് വർധനവായിരുന്നു അന്നത്തെ കാലത്തൊക്കെ നടത്തിയിരുന്നത്. പാർട്ട് ടൈം കണ്ടിൻജന്റ് എംപ്ലോയീസിന് പെൻഷൻ 1988 മുതലാണ് അത് കൊടുക്കാൻ തുടങ്ങിയത്. ഇതൊക്കെയാണ് പൊതുവെ പറയുന്നത്. മറ്റൊന്ന് പറയാനുള്ളത്, നമ്മൾ ഈ 2004, ഇപ്പൊ 2009 മുതലാണ് ഞാൻ ഈ അനാലിസിസ് എടുത്തിട്ടുള്ളത്. 2004 പെൻഷൻ, ഈ പേ റിവിഷനില് ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് 6%. അപ്പൊ 6% ഫിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അത് 10ആയി 12ആയി പല ഫിറ്റ്മെന്റും വന്നിട്ടുണ്ട്. പക്ഷെ ഇത്ര ശതമാനമായിരിക്കും ഫിറ്റ്മെന്റ് എന്ന് മുൻകൂട്ടി നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. 10% ഫിറ്റ്മെന്റ് എല്ലാ കാലവും എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല, അത് വേണ്ട എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത്. ഇനി നമ്മൾ പെൻഷൻകാരെ പറ്റി ഒന്ന് നോക്കാം. പെൻഷൻകാരെങ്ങനെയാണ്? ഈ പെൻഷനേഴ്സ് 1/7/2019 പെൻഷനേഴ്സിന്റെ എണ്ണമാണ് ഈ കാണുന്നത്. സർവീസ് പെൻഷനേഴ്സ് 3,72,136 പേരുണ്ട്. ഫാമിലി പെൻഷനേഴ്സ് 1,28,436 പേരുണ്ട്. അങ്ങനെ ആകെ ഈ പെൻഷനേഴ്സ് എന്ന് പറയുന്ന വിഭാഗത്തിലെ 5,11,085 പേര് പെൻഷനേഴ്സിൽ ഉണ്ട്. ഇനി നമ്മൾ ഈ പേ റിവിഷനും പെൻഷനും ഫാമിലി പെൻഷനും കൂടിയാണ് നോക്കുന്നത്. നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ശമ്പള പരിഷ്കരണം നടക്കുമ്പോൾ ആ ശമ്പള പരിഷ്കരണം മാത്രമല്ല, ശമ്പള പരിഷ്കരണത്തോടൊപ്പം പെൻഷൻ, ഫാമിലി പെൻഷൻ പരിഷ്കരണം കൂടി നടക്കുന്നുണ്ട്. ഇത് മൂന്നും ഒരുമിച്ചാണ് നടക്കുക.
അതായത് പെൻഷൻ ഒരാൾ കുറച്ച് പേരുടെ പരിഷ്കരിച്ചു, പിന്നെ അത് മറ്റത് എല്ലാം ഒരുമിച്ചാണ് ഈ മൂന്നും നടക്കുന്നത്. അപ്പോൾ 2009 പേ റിവിഷൻ എങ്ങനെയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അന്ന് ഈ അടിസ്ഥാന ശമ്പളത്തോടൊപ്പം അന്ന് ജീവനക്കാർക്ക് ഓരോരുത്തർക്കും ഓരോ ബേസിക് പേ ആയിരിക്കും കിട്ടിയത്. അതാണ് അടിസ്ഥാന ശമ്പളം. ആ അടിസ്ഥാന ശമ്പളത്തോടൊപ്പം ലയിപ്പിച്ച ഡി എയുടെ, അതായത് അന്നത്തെ ആ ബേസിക് പേയുടെ, ഓരോരുത്തരും വാങ്ങിയിരുന്ന ബേസിക് പേയുടെ 64% അന്ന് ആ ബേസിക് പേയോട് കൂടി ലയിപ്പിച്ചത്. പിന്നെ ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് 10% അന്ന് കൊടുത്ത 2009 പേ റിവൈസ് ചെയ്യാൻ വേണ്ടി കൊടുത്ത ഫിറ്റ്മെന്റ് ബെനിഫിറ്റ്. ഈ ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ ഒരു പേ റിവിഷൻ നടത്തുമ്പോൾ എന്തെങ്കിലും ജീവനക്കാർക്ക് കുറവുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സംഖ്യയാണ് ശരിക്കും ഈ ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അത് മിനിമം 1000 രൂപയാണ്. അത് നിജപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഒരാൾ 8390 ബേസിക് പേ എങ്കിൽ അയാൾക്ക് 839 രൂപയെ 10% വരുള്ളൂ. അപ്പോൾ അയാൾക്ക് ആ 10% എന്നുള്ള മിനിമം 1000 ആയതുകൊണ്ട് 1000 ഇട്ട് കൂട്ടാമായിരുന്നു. സർവീസ് വെയിറ്റേജ് ഒരു വർഷ സർവീസിന് 0.5%, അതായത് അന്ന് 30 വർഷം വരെ സർവീസ് ഉള്ളവർക്ക് 15% ഈ അന്ന് അദ്ദേഹത്തിന് ജീവനക്കാരന് കിട്ടിയിരുന്ന അടിസ്ഥാന ശമ്പളത്തിന്റെ 15% വരെ സർവീസ് വെയിറ്റേജ് എടുക്കായിരുന്നു. ഇപ്പോൾ ഒരു ജീവനക്കാരൻ സർവീസിൽ കയറി 2 വർഷമായേ ഉള്ളൂ. 2 വർഷം ആയേ ഉള്ളൂ എങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം? അയാളുടെ ബേസിക് പേയെ 2 വർഷത്തിന് 0.5 പ്ലസ് 0.5 1%, അയാളുടെ ബേസിക് പേയുടെ 1% ഈ തൻ്റെ ബേസിക് പേയോട് കൂട്ടിച്ചേർക്കാം. ആ രീതിയിൽ ഫിക്സ് ചെയ്യാം. അങ്ങനെ അന്ന് 2009 പുതിയ ശമ്പളം കണക്കാക്കിയ രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നത്തെ ആ 172 ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതും ഒരു പ്രത്യേകതയാണ്, ഞാൻ താഴെ പറയുന്നുണ്ട്. അന്നത്തെ കാലത്ത് 2009 പേ റിവിഷനിൽ ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എങ്ങനെയൊക്കെ കൂട്ടാം? ഒന്നുകിൽ 17/2009 കൂട്ടാം, അല്ലെങ്കിൽ അത് 2011 വരെ ആ പെർമിഷൻ കൊടുത്തിരുന്നു. ഈ 2011 ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇഷ്ടമുള്ള ഡേറ്റിലേക്ക് തൻ്റെ പേ റിവിഷൻ മാറ്റിക്കൊണ്ടു പോകാമായിരുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാണ് മാറ്റുന്നത്? ഇപ്പൊ ചില ആൾക്കാരെ സംബന്ധിച്ച് ഒരാൾക്ക് 9.5 വർഷമേ ആയിട്ടുണ്ടാവുള്ളൂ 1/7/2009. 10 വർഷം ആയാൽ അയാൾക്ക് 5% സർവീസ് വെയിറ്റേജ് എടുക്കാം. അപ്പൊ അയാൾ മെല്ലെ 1/7/2009 പിന്നെ 10 വർഷം എന്നാണോ പൂർത്തിയാകുന്നത് ആ ദിവസത്തിലേക്ക് ഓപ്ഷൻ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഒരു ഇൻക്രിമെന്റ് വാങ്ങിയിട്ട് പേ റിവൈസ് ചെയ്താൽ കുറച്ചുകൂടി മെച്ചം ഉണ്ടാവും. അപ്പൊ അയാളുടെ ഇൻക്രിമെന്റ് മാസം ഡേറ്റ് ഏതാണോ ആ ഡേറ്റിലേക്ക് ഓപ്ഷൻ കൊണ്ടുപോകും. അത്തരത്തിൽ ഒരുപാട് കോണുകളിൽ നിന്നുകൊണ്ട് ഈ പേ റിവൈസ് ചെയ്യാവുന്ന ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നന്നായിട്ട് അറിയുന്നവർക്ക് മാത്രമേ ഓപ്ഷൻ ചെയ്യാൻ കഴിയുള്ളൂ. പല സാഹചര്യങ്ങൾ നോക്കി പല ഡേറ്റുകളിൽ ഇട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കും. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും മെച്ചം ഏത് പോയിന്റിലാണ്? ചില സന്ദർഭത്തിൽ ഈ 2 വർഷത്തേക്ക് അരിയർ കളഞ്ഞിട്ട് മെച്ചം അയാൾ ഫിക്സ് ചെയ്യുമ്പോൾ അവിടെ അയാൾക്ക് 2 ഇൻക്രിമെന്റ് കൂടുതൽ കിട്ടുമായിരിക്കും. അപ്പൊ അതായിരിക്കും മെച്ചം. ആ രീതിയിലായിരുന്നു അന്നത്തെ ശമ്പള പരിഷ്കരണം. അങ്ങനെ ശമ്പള പരിഷ്കരണം നടത്തി അടിസ്ഥാന ശമ്പളത്തോടു കൂടി ഡി എ 64% ലയിപ്പിച്ചു, പ്ലസ് ഫിറ്റ്മെന്റ് 10% കൂട്ടിച്ചേർത്തു, പ്ലസ് സർവീസ് വെയിറ്റേജ് പരമാവധി 30 വർഷം വരെയാ സർവീസ് വെയിറ്റ്. അപ്പോൾ 5 വർഷം സർവീസ് വെയിറ്റേജിനുള്ളിൽ കിട്ടുന്ന ആനുകൂല്യമല്ല 10 വർഷം സർവീസ് ഉള്ള ആൾക്ക് കിട്ടുക. 20 വർഷം സർവീസ് ഉള്ള ആൾക്ക് അതിൽ കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. അപ്പോൾ സർവീസ് കൂടുന്നതിനനുസരിച്ച് ബെനിഫിറ്റും കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു അന്ന്. ഏത്? സർവീസ് വെയിറ്റേജിന്റെ കാലത്ത്. അങ്ങനെ ഇതെല്ലാം കൂടി കൂട്ടിയതിന് ശേഷം ഈ സ്കെയിൽ ഓഫ് പേയിലെ അടുത്ത സ്റ്റേജിൽ ഫിക്സ് ചെയ്യുകയായിരുന്നു അന്നത്തെ രീതി. ഇത് പിന്നെ മിനിമം ശമ്പളം എന്ന് പറയുന്നത് 8500 രൂപയായിരുന്നു അന്നത്തത്. പിന്നെ ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റിനൊക്കെ കിട്ടുന്ന അടിസ്ഥാന ശമ്പളം 1/7/2009 8500 ഫിക്സ് ചെയ്തു. മാക്സിമം ശമ്പളം എന്ന് പറയുന്നത് 59,840 ആയിരുന്നു. ഓപ്ഷനുണ്ട്. ഇനി അന്നത്തെ ഫാമിലി പെൻഷൻ പരിഷ്കരണം 2009 എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. മിനിമം പെൻഷനും ഫാമിലി പെൻഷനും അന്നത്തെ കാലത്ത് 4500 രൂപയായിരുന്നു. പരമാവധി പെൻഷൻ എന്ന് പറയുന്നത് 59,920 രൂപയായിരുന്നു.
പരമാവധി ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് 17,960 ഇനി അന്ന് ഈ പെൻഷനും ഫാമിലി പെൻഷനും കണക്കാക്കിയ രീതി എങ്ങനെയാണെന്ന് ഞാൻ പറയും. നമുക്ക് ഈ പെൻഷനായ എല്ലാവർക്കും ഒരു അടിസ്ഥാന പെൻഷൻ ഉണ്ടാവും, അല്ലെ അടിസ്ഥാന ഫാമിലി പെൻഷൻ ഉണ്ടാവും. അടിസ്ഥാന പെൻഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, എപ്പോഴും ഒരു നമ്മൾ കണക്ക് കൂട്ടിയെടുത്ത ഒരു പെൻഷനാണ് അടിസ്ഥാന പെൻഷൻ. അതായത് അവസാനത്തെ 10 മാസ ശമ്പളത്തിന്റെ ശരാശരിയെ നമ്മളുടെ സർവീസ് കൊണ്ട് ഗുണിക്കുകയാണ്, എന്നിട്ട് ഡിവൈഡഡ് ബൈ 2. ഇപ്പോൾ 40,000 രൂപ ശമ്പളം അവസാനത്തെ 10 മാസത്തെ ശമ്പളം ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ആദ്യം ഡിവൈഡഡ് ബൈ 2 ആക്കുന്നു. അപ്പോൾ 20,000. 30 വർഷം സർവീസ് അയാൾക്കുണ്ടെങ്കിൽ ആ 20,000 കിട്ടും. അവസാനത്തെ 10 മാസത്തെ ശമ്പളത്തിന്റെ 50% പെൻഷനായിട്ട് കിട്ടും. അതാണ് അവിടെ കാണിച്ച രീതി. അപ്പോൾ എല്ലാവർക്കും ഒരു അടിസ്ഥാന പെൻഷൻ ഉണ്ടാവും അന്ന്. ആ അടിസ്ഥാന പെൻഷൻ പ്ലസ് അന്ന് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം ഡിയർനെസ് റിലീഫാണ്. ആ 64% ഡിയർനെസ് റിലീഫ് ഇതിന്റെ കൂട്ടത്തിൽ കൂട്ടണം. ഫിറ്റ്മെന്റ് അന്നും പെൻഷൻകാർക്കും ഫിറ്റ്മെന്റ് കൊടുത്തിരുന്നു, 12% കൊടുത്തു. ഇവിടെ നോക്കുക, മുകളിൽ നമ്മൾ ശമ്പളക്കാർക്ക് 10% ഫിറ്റ്മെന്റ് കൊടുത്തപ്പോൾ പെൻഷൻകാർക്ക് ഇവിടെ 12% ഫിറ്റ്മെന്റ് കൊടുത്തു എന്നതാണ് ഈ 2009 പേർവിഷന്റെ ഒരു വ്യത്യാസം. അതിന്റെ ഒരു കാരണം എന്തായിരിക്കുമെന്ന് വെച്ചാൽ പെൻഷൻകാർക്ക് സർവീസ് വെയിറ്റേജ് അന്നില്ലായിരുന്നു. കാരണം അയാളുടെ സർവീസിനൊന്നും പിന്നെ പ്രസക്തമല്ല, സർവീസിൽ ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ സർവീസിൽ ഇല്ലാത്ത പെൻഷൻ പറ്റിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം സർവീസ് വെയിറ്റേജ് ഇല്ല. അതുകൊണ്ട് അത് ഒന്ന് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ അന്നത്തെ കാലത്ത് 10% ജീവനക്കാർക്ക് കൊടുത്തപ്പോൾ ഫിറ്റ്മെന്റ് 12% പെൻഷനേഴ്സിന് കൊടുക്കാൻ വേണ്ടി ഉള്ള കാരണം. ഇനി 2014 നമ്മൾ വന്നാൽ പേർവിഷൻ സോൺ 1/7/2014 അന്ന് അടിസ്ഥാന ശമ്പളത്തോടൊപ്പം ലയിപ്പിച്ച DA 80%. ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് 12% ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് അന്ന് കൊടുത്തത്. അത് മിനിമം 2,000 രൂപയായിരുന്നു. സർവീസ് വെയിറ്റേജ് നേരത്തെ പോലെ തന്നെ ഒരു വർഷ സർവീസിന് 0.5%. ഈ 0.5% എന്ന് പറയുന്നത് അന്ന് ജീവനക്കാരൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ബേസിക് പേയുടെ 0.5%. ഇപ്പൊ 15 വർഷം സർവീസ് ഉണ്ടെങ്കിൽ അയാൾ എന്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യും? 15 അടിസ്ഥാന ശമ്പളം ഗുണിക്കണം 7.5 കൊണ്ട് ഗുണിക്കും. 15 വർഷത്തിന് 7.5% സർവീസ് വെയിറ്റേജാണ് കിട്ടുക. അങ്ങനെ അന്നത്തെ രീതിയിൽ പുതിയ ശമ്പളം കണക്കാക്കിയ രീതി എന്ന് പറയുന്നത് അന്നുണ്ടായ ജീവനക്കാരനുണ്ടായ അടിസ്ഥാന ശമ്പളം പ്ലസ് 80% DA പ്ലസ് ഫിറ്റ്മെന്റ് 12% പ്ലസ് സർവീസ് വെയിറ്റേജ് 0.5 വീതം ഓരോ വർഷത്തിൽ. അത് കണക്കാക്കിയതിന് ശേഷം സ്കെയിലിലെ അടുത്ത സ്റ്റേജിൽ ഫിക്സ് ചെയ്തു. അന്നത്തെ മിനിമം ശമ്പളം എന്ന് പറയുന്നത് 16,500 രൂപയായിരുന്നു. മാക്സിമം ശമ്പളം 1,20,000 രൂപയും ആയിട്ട് ഫിക്സ് ചെയ്തു. ഓപ്ഷൻ ഉണ്ടായിരുന്നു. 2014 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇനി 2014 പെൻഷൻ ഓർ ഫാമിലി പെൻഷൻ, ഇത് രണ്ടും ഒരു ഇക്വേഷനിലാണ് പോകുന്നത്. പെൻഷൻ കണക്കാക്കുന്ന രീതിയും ഫാമിലി പെൻഷൻ കണക്കാക്കുന്ന രീതിയും ഒന്ന് തന്നെയാണ്. അപ്പൊ ഇവിടെ മിനിമം പെൻഷനും ഫാമിലി പെൻഷനും അന്ന് 8,500 രൂപയായിട്ട് നിജപ്പെടുത്തിയിരുന്നു. പരമാവധി പെൻഷൻ എന്ന് പറയുന്നത് 60,000 ആയിരുന്നു. അതായത് 1,20,000 പകുതി. ദെൻ പരമാവധി ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് 36,000 രൂപയായിരുന്നു. ദെൻ പരമാവധി DCRG ഡെത്ത് കം റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി, ജീവനക്കാരന് ലഭിക്കുന്ന DCRG എന്ന് പറയുന്നത് അവസാന മാസത്തെ ശമ്പളം ഗുണിക്കണം ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് സർവീസ് ഡിവൈഡഡ് ബൈ 2. പേ പ്ലസ് DA, അവസാന മാസത്തെ ശമ്പളം പ്ലസ് പേ DA, അന്നത്തെ DA. അപ്പോൾ ഒരു സംഖ്യ കിട്ടും. പേയും DAയും കൂടെ DA ഗുണിച്ച് കൂട്ടിക്കഴിയുമ്പോൾ ഒരു സംഖ്യ കിട്ടും. ആ സംഖ്യയെ വർഷം കൊണ്ട് ഗുണിച്ചിട്ട് 2 കൊണ്ട് ഹരിച്ചാൽ മതി. എന്ന് പറഞ്ഞാൽ ഒരു പേ പ്ലസ് DA ഒരു വർഷത്തെ സർവീസിന്
മാസത്തെ ശമ്പളം എന്നാണ്. ഇപ്പം 33 വർഷമാണ് പരമാവധി DCRG കിട്ടുക. അപ്പോൾ 33 വർഷം സർവീസ് ഉണ്ടെങ്കിൽ അയാളുടെ DCRG എന്ന് പറയുന്നത് പേ പേ കൂട്ടണം, അടിസ്ഥാന ശമ്പളം കൂട്ടണം, അതിൻ്റെ DA ഗുണിക്കണം 16 16 മൾട്ടിപ്പിൾസ് ആണ്. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഗുണിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന സംഖ്യ ഒരു പരമാക്സിമം ലിമിറ്റ് ഗവൺമെന്റ് വെച്ചിട്ടുണ്ടാവും. ഇവിടെ 14 ലക്ഷം രൂപയാണ് മാക്സിമം ലിമിറ്റ്. അപ്പം അത് 15 ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് 14 കുറയ്ക്കും. ഇനി ഇവിടെ പെൻഷൻ, ഫാമിലി പെൻഷൻ കണക്കാക്കിയ രീതി നമ്മൾ ഒന്ന് നോക്കുക. അടിസ്ഥാന പെൻഷൻ കൂട്ടണം. 80% DA തന്നെയാണ് ഇവിടെ മെർജ് ചെയ്തിട്ടുള്ളത്, ലയിപ്പിച്ചിട്ടുള്ളത്. ഡിയർനെസ് റിലീഫാണ് 80% ലയിപ്പിച്ചു അടിസ്ഥാന പെൻഷനൊപ്പം. പ്ലസ് ഫിറ്റ്മെന്റ് 18%. അപ്പൊ അവിടെ നോക്കുക, ശമ്പളക്കാർക്ക് 12% ഫിറ്റ്മെന്റ് കൊടുത്തപ്പോൾ പെൻഷൻകാർക്ക് 2014 18% ഫിറ്റ്മെന്റ് കൊടുത്തു. അപ്പോൾ 6% ഇവിടെ ഫിറ്റ്മെന്റ് പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം അധികമാണ്. അതിന്റെ ഒരുപക്ഷെ ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ പെൻഷൻകാർക്ക് സർവീസ് വെയിറ്റേജ് ഇല്ല. അതുകൊണ്ടാണ് ഈ രീതിയിലേക്ക് അത് മാറുന്നത്. ഇനി നമ്മൾ 2019 വരികയാണ്. 2019 DA ലയിപ്പിച്ചത് 28%. ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകമായിട്ട് പറഞ്ഞില്ലെങ്കിൽ പോലും അത് 10 ആയിരുന്നു. പകരം 1.38 കൊണ്ട് ഗുണിച്ചു. 28% പിന്നെ ഒരു 10% കൂടി ആയാൽ മാത്രമേ 1.38 കൊണ്ട് ഗുണിക്കുകയുള്ളൂ. അപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പോലും ഫിറ്റ്മെന്റ് ബെനിഫിറ്റ് അവിടെ 10% അപ്പോൾ ഇവിടെ നമ്മളൊക്കെ ഈ ശമ്പളം സർവീസ് വെയിറ്റേജ് എടുത്തു കളഞ്ഞു. 2019 പേ റിവിഷനിൽ സർവീസ് വെയിറ്റേജ് ഉണ്ടായില്ല. അതായത് 1 വർഷം സർവീസ് ഉള്ളയാളും 30 വർഷം സർവീസ് ഉള്ളയാളും ഈ ഒരേ മൾട്ടിപ്ലയർ കൊണ്ട്, അതായത് ഒരു ഗുണിക്കേണ്ട സംഖ്യ കൊണ്ട് 1.38 കൊണ്ട് ഗുണിച്ച് നെക്സ്റ്റ് സ്റ്റേജ് എടുക്കുക മാത്രമാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ പുതിയ ശമ്പളം അന്ന് കണക്കാക്കിയ 2019 കണക്കാക്കിയ നമ്മൾ 2019 പേ റിവിഷൻ എന്ന് പറയുന്നത് ഒരു തട്ടിക്കൂട്ട് പേ റിവിഷൻ ആയിരുന്നു. അതിൽ ഒരു ഡീറ്റെയിൽഡ് വിശദമായ ഒരു പഠനം നടന്നിരുന്നില്ല. ഒരു കമ്മിറ്റിയെ വെച്ച് ആ കമ്മിറ്റി ഒരു പണിയുമില്ല, ഒരു അടിസ്ഥാന ശമ്പളത്തെ മൾട്ടിപ്ലയർ എന്നുകൊണ്ട് ഗുണിച്ചു അടുത്ത സ്റ്റേജ് എടുക്കുക. അപ്പൊ കൃത്യമായിട്ട് ഇന്ന സ്ഥലങ്ങളിലുള്ളവർ എവിടെ എത്തുമെന്ന് നമ്മളൊരു റെഡി റെക്കനറും കൂടി വെച്ചു കൊടുത്തു. അതാണ് ഉണ്ടായത്. അപ്പൊ അത് പിന്നെ ഇവിടെ നമ്മൾ സർവീസ് വെയിറ്റേജ് ഇല്ലാതിരിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ സീനിയർ ആയിട്ടുള്ള ഒരുപാട് ജീവനക്കാർക്ക് ആ സർവീസ് വെയിറ്റേജ് ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു നഷ്ടം ഉണ്ടായി എന്നതാണ് സത്യം. വെറും അടിസ്ഥാന ശമ്പളത്തെ 1.38 കൊണ്ട് ഗുണിച്ച് സ്കെയിലിന്റെ നെക്സ്റ്റ് സ്റ്റേജിൽ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ അവിടെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് കടക്കുമ്പോൾ 1000 ചില്ലറ രൂപയുടെ ഒരു മെച്ചം അന്നുണ്ടായിരുന്നു. അന്നത്തെ മിനിമം ശമ്പളം എന്ന് പറയുന്നത് ഇപ്പോൾ ലാസ്റ്റ് ഇയർ സർവീസിന്റെ ഒക്കെ ശമ്പളം 23,000 ആയിരുന്നു. മാക്സിമം ശമ്പളം 1,66,800 രൂപയായിരുന്നു. ഓപ്ഷൻ എന്ന പറയുന്ന സംഭവം എടുത്തു കളഞ്ഞു. ഒറ്റ ഡേറ്റ് മാത്രം 1/7/19 എന്താണോ കിട്ടേണ്ടത്, എന്താണോ ഈ രീതിയിൽ കൂട്ടിയാൽ നമുക്ക് കിട്ടുക, അത് സ്വീകരിച്ചോളാം. ഏതെങ്കിലും ഒരു ഡേറ്റിലേക്ക് പോയി ഫിക്സ് ചെയ്തുകൊണ്ട് കാര്യവുമില്ല, ഫിക്സ് ചെയ്യാൻ പാടില്ലേ. അപ്പോൾ ഓപ്ഷൻ എന്ന് പറയുന്ന സംഭവം എടുത്തു കളഞ്ഞു. അപ്പൊ 2019 പേ റിവിഷനിൽ കാതലായ 2 മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, സർവീസ് വെയിറ്റേജ് എടുത്തു കളഞ്ഞു. 2, ഓപ്ഷൻ ഇല്ല. ഇനി 2019 ഫാമിലി പെൻഷൻ ഒന്ന് നോക്കാം നമുക്ക്. മിനിമം പെൻഷനും ഫാമിലി പെൻഷനിലും 11,500 രൂപയായിട്ട് ഫിക്സ് ചെയ്തിരുന്നു. പരമാവധി പെൻഷൻ എന്ന് പറയുന്നത് 83,400 അതായത് 1,66,800 പകുതി. പരമാവധി ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് 50,040 DCRG പരമാവധി കിട്ടുന്നത് നേരത്തെ 2014 14 ലക്ഷമായിരുന്നു. അത് 2019 17 ലക്ഷമായിട്ട് DCRG വർദ്ധിപ്പിച്ചു എന്നതാണ് ഒരു മാറ്റം. 17 ലക്ഷമാണ്. 0 കൂടിപ്പോയോ എന്നൊരു സംശയമുണ്ട്. 1,70,000 ഇല്ല, കൂടിയിട്ടില്ല, 17 ലക്ഷം തന്നെ. ഓക്കെ. അന്ന് ഈ പെൻഷനും ഫാമിലി പെൻഷനും കണക്കാക്കിയ രീതിയും ഒന്നുമില്ല. അന്ന് വരെ, അതായത് 1/7/2019 മുമ്പ് റിട്ടയർ ചെയ്ത എല്ലാവരും
അവരവരുടെ ബേസിക് പെൻഷൻ കൊണ്ട്, ഒരു ബേസിക് പെൻഷൻ എല്ലാവർക്കും ഉണ്ടാവും, ആ അടിസ്ഥാന പെൻഷനെ 1.38 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ ഗുണിച്ച് കിട്ടുന്ന സംഖ്യയുടെ തൊട്ടടുത്ത 10ന്റെ ഗുണിതത്തിലേക്ക് റൗണ്ട് ചെയ്യുക. കഴിഞ്ഞു. അന്ന് വരെ 1/7/2019 പിന്നെ 19 മുമ്പ് റിട്ടയർ ആയ ഒരാളുടെ, ഒരു പെൻഷനറുടെ പെൻഷൻ കണക്കാക്കിയത് ഇങ്ങനെയായിരുന്നു. അന്നത്തെ അദ്ദേഹത്തിന്റെ ബേസിക് പെൻഷൻ ഗുണിക്കണം 1.38, 1.38 കൊണ്ട് ഗുണിക്കുക. കിട്ടുന്ന സംഖ്യയെ 10ന്റെ ഗുണിതത്തിന് റൗണ്ട് ചെയ്യുന്നു. 10ന്റെ ഗുണിതം ഇപ്പൊ 56 എന്ന് പറഞ്ഞാൽ 60 ഫിക്സ് ചെയ്യും. കഴിഞ്ഞു. വേറൊന്നുമില്ല. ഇവിടെ സ്റ്റേജ് ഒന്നും പെൻഷനർക്ക് ഇല്ല. പെൻഷനർക്ക് എന്തില്ല? സ്കെയിൽ ഓഫ് പേ ഇല്ല. അപ്പൊ സ്റ്റേജും ഉണ്ടാവില്ല. പെൻഷനർക്ക് HRA ഇല്ല. അപ്പോൾ HRA ഇല്ല, സ്കെയിൽ ഓഫ് പേ ഇല്ല, ഇതൊന്നും, ഇൻക്രിമെന്റ് ഇല്ല. ഓരോ വർഷം ജീവനക്കാർക്ക് ഇൻക്രിമെന്റ് കിട്ടും, പക്ഷേ പെൻഷനർക്ക് ഇൻക്രിമെന്റും കിട്ടാറില്ല. DAയിൽ ഉണ്ടാവുന്ന വർധനവ് പെൻഷനർക്ക് കിട്ടും. മാത്രമല്ല, പിന്നെ ഈ എപ്പോഴാണോ പെൻഷനും ശമ്പളവും ഒക്കെ റിവൈസ് ചെയ്യുന്നത് അപ്പോൾ ഒരു റിവിഷനും കിട്ടും. അല്ലാതെ വേറെ സാമ്പത്തിക ആനുകൂല്യങ്ങളൊന്നും തന്നെ ഈ പെൻഷൻകാർക്കോ ഫാമിലി പെൻഷൻകാർക്കോ ഇല്ല എന്നതാണ് സത്യം. അപ്പോൾ നമ്മൾ ഇതാണ് ഇതിൽ പറഞ്ഞു വന്ന കാര്യങ്ങൾ. അപ്പോൾ 2019 ആയപ്പോഴത്തേക്ക് ഓപ്ഷനും ഇല്ല, സർവീസ് വെയിറ്റേജും ഇല്ല. പോയതൊന്നും നമുക്ക് തിരിച്ചു വരുന്ന രീതി പൊതുവെ കുറവാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ സാമ്പത്തിക പരാധീനതയൊക്കെ പറയുന്ന ഒരു കാലഘട്ടത്തിൽ സർവീസ് വെയിറ്റേജ് ഒരിക്കൽ കൂടി തിരിച്ചു വരുമെന്ന് വിചാരിക്കുന്നില്ല. പിന്നെ ഓപ്ഷനും തിരിച്ചു വരാൻ സാധ്യതയില്ല. കാരണം വീണ്ടും വരാനിരിക്കുന്നത് ഒരു കമ്മിറ്റിയാണ്. ഒരു റെഡി റക്കനർ സ്റ്റേജൊക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു മൾട്ടിപ്ലയർ കൊണ്ട് ഗുണിച്ച് കിട്ടുന്ന സംഖ്യയിൽ ഫിക്സ് ചെയ്യുന്ന ഒരു രീതിയായിരിക്കും നമുക്ക് വരാനിരിക്കുന്ന പിന്നെ പേ റിവിഷൻ എന്നുകൂടി നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇവിടെ ഇപ്പോൾ സർവീസ് വെയിറ്റേജ് കൊടുക്കാതിരിക്കുമ്പോഴുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, വർധനവിന്റെ കാര്യത്തിൽ പെൻഷൻകാരും ജീവനക്കാരും ഏകദേശം ഒരുപോലെ പോകുന്നു എന്നുള്ളതാണ്. വർധനവിന്റെ കാര്യത്തിലാട്ടോ, ശമ്പളത്തിന്റെ കാര്യത്തിലല്ല. കാരണം എന്താ വെച്ചാൽ ശമ്പളക്കാർക്ക് എന്ത് കൊടുക്കുന്നു? മൾട്ടിപ്ലയർ ഇട്ട് ചെയ്യുന്നു, എന്നിട്ട് അടുത്ത സ്റ്റേജിൽ ഫിക്സ് ചെയ്യും. പെൻഷൻകാർക്കും അതേ മൾട്ടിപ്ലയർ ഇട്ടിട്ട് അടുത്ത സ്റ്റേജ് ഇല്ല, അടുത്ത 10ന്റെ ഗുണിതത്തിൽ ചെയ്യുന്നു. അപ്പോൾ പെൻഷൻകാരേക്കാർ ഒരു 1000 ചില്ലറ അല്ലെ അതിന് ഒരു സംഖ്യക്ക് മുന്നിൽ മാത്രമാണ് ശമ്പളക്കാർ ഫിക്സ് ചെയ്യുക. പിന്നെ ശമ്പളക്കാർക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യം എന്ന് പറയുന്നത് HRA ആണ്. HRA, ഹൗസ് റെന്റ് അലവൻസ് ആർക്കില്ല? പെൻഷനേഴ്സിന് ഇല്ല. പെൻഷനേഴ്സിന് ഒരുപാട് കാര്യങ്ങളില്ല. HRA ഇല്ല, ഇൻക്രിമെന്റ് ഇല്ല, സ്കെയിൽ ഓഫ് പേ ഇല്ല. ഇതൊന്നും ഈ പെൻഷനേഴ്സിന് ഉള്ളതല്ല. അപ്പോൾ അത് പിന്നെ പെൻഷനേഴ്സിനെ അപേക്ഷിച്ച് രണ്ട് കാര്യങ്ങളാണ് ശമ്പളക്കാർക്ക് കൂടുതൽ വരിക. ഒന്ന്, ഒരു സ്റ്റേജ് കിട്ടുന്നു ഫിക്സ് ചെയ്യുമ്പോൾ. രണ്ട്, HRA കിട്ടുന്നു. ആ HRAയിൽ ഈ പേ റിവിഷനിലും ഒരു ഗ്രാജുവൽ ആയിട്ടുള്ള വർധനവുണ്ടാകും. കാരണം ഒരു വർധനവും തന്നില്ലെങ്കിൽ പോലും ഈ ജീവനക്കാരൊക്കെ DA മെർജ് ചെയ്യുമ്പോൾ ഒരു കൂടുതലുള്ള ഒരു ബേസിക് പേയിലേക്ക് എത്തും. ആ ബേസിക് പേയുടെ ശതമാനമാണ് HRA പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ ആ ശതമാനം താഴ്ന്നയുള്ള ബേസിക് പേയേക്കാൾ കൂടുതലായിരിക്കും. അതുകൊണ്ട് HRAയിൽ കുറച്ചുകൂടി മെച്ചം ഈ പേ റിവിഷനിൽ കിട്ടും എന്നതാണ് പറയാൻ ഉള്ളത്. ഇനി നമ്മൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വരുന്ന ശമ്പള പരിഷ്കരണ കമ്മിറ്റിയിലും നമ്മൾ പല മൾട്ടിപ്ലയറിനെ പറ്റി പല യൂട്യൂബേഴ്സും പറയുന്നുണ്ട്. അപ്പോൾ ഈ മൾട്ടിപ്ലയർ ആരും നേരത്തെ തീരുമാനിച്ചിട്ടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ശരിക്കും പറഞ്ഞാൽ 1/7/2024 നമുക്ക് കിട്ടേണ്ട DA എന്ന് പറയുന്നത് 31%. ഈ 31% DA മെർജ് ചെയ്യുകയാണെങ്കിൽ, കാലങ്ങളായിട്ട് ആൾക്കാർ വിശ്വസിച്ച് വന്ന വഴി അനുസരിച്ച് 10% ഫിറ്റ്മെന്റൂടെ തരുവാണെങ്കിൽ മാത്രമാണ് 31 10 41. അപ്പോൾ 1.41 കൊണ്ട് ഗുണിക്കേണ്ടി വരിക. അല്ലെങ്കിൽ വേറൊരു ഓപ്ഷൻ ഈ കമ്മിറ്റി തീരുമാനിക്കുകയാണ്. എന്താ കമ്മിറ്റി തീരുമാനിച്ചാൽ 31% DA മെർജ് ചെയ്യുന്നു, ഫിറ്റ്മെന്റ് 5% കൊടുക്കുന്നുള്ളൂ. അപ്പോൾ എന്നിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും? 1.31 പ്ലസ് 5 36, 1.36 കൊണ്ട് ഗുണിക്കേണ്ടി വരും. അല്ല, 31% DA കൊടുത്തു, 7% ഫിറ്റ്മെന്റ് കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ 31 7 1.38 കൊണ്ട് ഗുണിക്കുന്നു.
അപ്പൊ ഇത് എത്ര ഫിറ്റ്മെന്റ് കൊടുക്കണമെന്ന് കമ്മിറ്റിയാണ് തീരുമാനിക്കുന്നത്. അത് 10 എന്നുള്ള കണക്കൊന്നുമില്ല. അപ്പോൾ എത്രയാണോ കൊടുക്കാൻ തീരുമാനിച്ചത് അതിനനുസരിച്ചാണ് മൾട്ടിപ്ലയർ വരിക. ഇനി ഇങ്ങനെ ഒന്നുമല്ലാതെ 2 DA മാത്രം മെർജ് ചെയ്യാം. ഈ 1/7/24 വരെയുള്ള DA മെർജ് ചെയ്യും എന്നത് ഒരു ശുഭാപ്തി വിശ്വാസം മാത്രമാണ്. 2 DA മാത്രമായിട്ടും മെർജ് ചെയ്യാം. അങ്ങനെ 2 DA മെർജ് ചെയ്താൽ നമുക്ക് 22, 3, 25, 3, 28ആയി. 28% DAയും വേണമെങ്കിൽ 10% ഫിറ്റ്മെന്റും കൊടുത്താൽ 1.38 കൊണ്ട് ഗുണിക്കണം. അങ്ങനെ വന്നാൽ 1/7/2024 3% DA കൂടി ഉണ്ടാവും. ബേസിക് പേ പ്ലസ് 3% DA നമുക്ക് അന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നീടായാലും കിട്ടും. ഇങ്ങനെയല്ലാതെ 28% DA മെർജ് ചെയ്താൽ വേണമെങ്കിൽ അങ്ങനെ ആവാലോ. ഈ പൂർണ്ണമായ 31 മെർജ് ചെയ്യണമെന്നൊന്നും നിയമമൊന്നുമില്ല. ആരും ഇത് കമ്മിറ്റി തീരുമാനിക്കും പോലെയാണ്. കമ്മിറ്റി പറയുകയാണ് 28% DA മെർജ് ചെയ്യാം, 7% ഫിറ്റ്മെന്റ് കൊടുക്കുക. അപ്പൊ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും? 1.35 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ചെയ്തു കിട്ടുന്ന സംഖ്യ 1/7/24 ഒരു 3% DA കൂടി നമുക്ക് DA ആയിട്ട് കിട്ടും. 31 മെർജ് ചെയ്ത് കഴിഞ്ഞാൽ DA 0 അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏത് യൂട്യൂബേഴ്സ് എന്ത് പറഞ്ഞാലും ശരി, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഫിറ്റ്മെന്റ് എന്ന് പറയുന്നത് കമ്മിറ്റി തീരുമാനിക്കുന്ന സംഖ്യ. അത് 10 എവിടെ എഴുതി വെച്ചിട്ടില്ല. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ എന്തും ആവാം, ഏത് ശതമാനം മൾട്ടിപ്ലയർ ഏതും ആകാം, എത്ര ശതമാനം DAയും മെർജ് ചെയ്യാം, ഇങ്ങനെയൊക്കെ കണക്കാവാം എന്നാണ്. ആരും മുൻകൂട്ടി കണക്ക് കൂട്ടി 1.4 കൊണ്ട് ഗുണിക്കും, അത് പിന്നെ ശമ്പളം ഇത്രയായിരിക്കും അല്ലെ പെൻഷൻ ഇത്രയായിരിക്കും, അതിന്റെ മൾട്ടിപ്ലയർ 1.41 ആയിരിക്കും എന്നൊന്നും ആരും മുൻകൂട്ടി കണക്ക് കൂട്ടി വെക്കണ്ട. അത് ആവണമെന്നില്ല എന്നാണ്. ഇപ്പൊ നമ്മൾ പറയാ 28% DA മെർജ് ചെയ്യാൻ തീരുമാനിച്ചു, ഫിറ്റ്മെന്റ് 5 കൊടുക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചു ഗവൺമെന്റ്. എന്ത് ചെയ്യാൻ പറ്റും? 1.33 ഇട്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനെ കിട്ടുന്ന സംഖ്യയിൽ അന്ന് നമുക്ക് 3% അരിയർ DA കൂടി ഉണ്ടായിരിക്കും എന്നതാണ് അതിന്റെ ഒരു സത്യം. അപ്പോൾ നമ്മളിങ്ങനെ ഇത് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെ പെൻഷൻകാരെ സംബന്ധിച്ചിടത്തോളം വളരെ ആകാംക്ഷയുള്ള ഒരു വിഷയം തന്നെയാണിത്. അപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ കമന്റിൽ പറയാറുണ്ട്, ഇതെന്തിനാ ഇങ്ങനെ പറയുന്നത്, പത്രത്തിൽ വരും, തീരുമാനമാകുമ്പോൾ നമ്മൾ കേട്ടാൽ പോരെ. ഈ പറയുന്ന കക്ഷിയും ആകാംക്ഷ കൊണ്ട് ഇത് മുഴുവൻ കേട്ടതിന് ശേഷമാണ് ഈ കമന്റ് അടിക്കുന്നത്. അപ്പോൾ പിന്നെ നിങ്ങൾ എന്താ ഈ പറയുന്നത്, 31 കിട്ടണ്ടേ, 10% ഫിറ്റ് അല്ലേ, 1.41 ആയിരിക്കില്ലേ മൾട്ടിപ്ലയർ, ഇത്ര പൊട്ടനാണോ എന്നൊക്കെ കമന്റിൽ ചോദിച്ചവരെ ഞാൻ കണ്ടു. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് പേർ കണ്ട ആളാണ്. ആ പേർ കണ്ട ആളും നിരവധി ആൾക്കാർക്ക് ഈ ഓപ്ഷന്റെ അടിസ്ഥാനത്തിൽ റിവൈസ് ചെയ്ത ഒരു അനുഭവം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ വളരെ വിശദമായിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത് എന്നുകൂടി പിന്നെ ഇത് കേൾക്കുന്നവരെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2004 6% ഫിറ്റ്മെന്റ് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഫിറ്റ്മെന്റ് ഏതും ആവാം. അപ്പോൾ ഇത് നമുക്കിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും സത്യം എന്ത് വരുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളെ പറ്റി അറിഞ്ഞിരിക്കാനൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവും, താല്പര്യം എല്ലാവർക്കും ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു 3 പേർവിഷൻ കമ്പയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ആ പേർവിഷൻ ശമ്പളക്കാർക്കും പെൻഷൻകാർക്കും ഫാമിലി പെൻഷൻകാർക്കും ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള വീഡിയോസ് താല്പര്യമുള്ളവർ ദയവായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും ശരി, ഒരു ഏകദേശ അന്തിമ തീരുമാനം ജനുവരി 23 29 വരുന്ന എന്നാണോ നമ്മളുടെ ബഡ്ജറ്റ് വരിക, ആ ബഡ്ജറ്റിൽ ഉണ്ടാവും. ഒരുപക്ഷെ അതിന് മുന്നേയും ചില കാര്യങ്ങളിലൊക്കെ പ്രഖ്യാപനങ്ങൾ വന്നേക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോവുക. ഈ വീഡിയോ എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.